ചെയ്തു വരികയായിരുന്നു. ശ്രീ CK ഷാക്കിർ, അങ്ങനെയാണെങ്കിൽ RSSന്റെ പിന്തുണ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? RSSനോടും ജമാഅത്തെ ഇസ്ലാമിയോടുമുള്ള നിലപാടുകൾ എങ്ങനെയാണ് നിങ്ങൾ വേർതിരിച്ചു പറയുന്നത്? മഞ്ജുഷ, അതിനു മുമ്പ് എനിക്കൊരു മിനിറ്റ് സമയം തരണം. നിങ്ങൾ ഇടപെടരുത് ദയവ് ചെയ്തിട്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞ് ഇപ്പൊ കാസർഗോഡ് നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ശ്രീ VD സതീശന്റെ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് അതിനിടയ്ക്ക് ഇപ്പോ ചെറിയൊരു സൗകര്യം കിട്ടുമ്പോൾ ഇവിടെ ഇരുന്നതാണ്. ഇനി സമസ്തയുടെ സമ്മേളനത്തിൽ അതൊന്ന് സംബന്ധിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ കൂടുതൽ സമയമില്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പിന്നെ അതിനു മുമ്പായിട്ട് നമ്മൾ ഈ രാഷ്ട്രീയ ചർച്ച, ഇത്തരം ചർച്ചകൾ എടുക്കുന്നതിന് മുമ്പ് സ്വന്തം അമ്മ മരിച്ചിട്ട് ആ അമ്മയുടെ എന്താ പറയാ ഒരു സ്നേഹവും മനുഷ്യത്വവും കാണിക്കാതെ അധിക്ഷേപിച്ച ഒരു വ്യക്തിയുമായി ഇത്തരം ചർച്ചകളിൽ ഇരിക്കുന്നതിന് വളരെ വലിയ പ്രയാസമുണ്ട്. വ്യക്തിപരമായി നമുക്ക് ആരോടും പ്രശ്നമില്ല. പക്ഷെ അത്തരം മനുഷ്യത്വം പോലും ഇല്ലാത്ത ആളുകളെ വിളിച്ചു വരുത്തി രാഷ്ട്രീയം സംസാരിക്കരുത് ദയവ് ചെയ്തിട്ട്. അത് സംസാരിക്കുന്നതിൽ ഉമ്മാന്റെ കാര്യം നമുക്ക് വേണമെങ്കിൽ വേറെ പറയാം. സ്വർഗത്തിൽ ഹൂറന്മാരില്ല. ആരിഫ് ഹുസൈനെ, ഞാൻ ഇവിടെ മനുഷ്യന്മാരുടെ സംസാരമുള്ളൂ, പോലെ മനുഷ്യത്വമില്ലാത്ത ആളോട് സംസാരമില്ല. ഞാൻ ആദ്യം പറഞ്ഞോട് സംസാരമില്ല. ഞാൻ എന്റെ കാര്യം ചോദിച്ചതിന് ഉത്തരം പറയേ ഷാക്കിർ. ചോദിച്ചതിന് ഉത്തരം പറയേ. RSSന്റെ പിന്തുണ സ്വീകരിക്കൂ. RSSഉം ഈ ജമാഅത്തെ ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതും തമ്മിൽ നിങ്ങൾ എങ്ങനെ വേർതിരിച്ച് പറയും എന്നുള്ളതാണ്. മഞ്ജുഷ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 1925 മുതൽ RSS ഹിന്ദു രാഷ്ട്രവാദവുമായി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. മാത്രവുമല്ല, എത്രയോ വർഗീയ കലാപങ്ങൾ, വർഗീയ ആഹ്വാനങ്ങള്, അധിക്ഷേപങ്ങള്, വംശീയ വംശഹത്യകള് ഇങ്ങനെ നിരന്തരമായി നടത്തിയിട്ടുള്ള ആളുകൾ RSS. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ തന്നെ ഉള്ളത് മതരാഷ്ട്രവാദമാണ്. പറയട്ടെ അതാണ് ഞാൻ ചോദിക്കുന്നത്. വ്യത്യാസം എങ്ങനെ പറയുമെന്നാണ്. അവർക്ക് സമയം കൊടുക്കുന്നത് എന്നെ സംസാരിക്കുമ്പോൾ ഇടപെട്ട് തടസ്സപ്പെടുത്തല്ലേ? ഞാൻ പറയും, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ സമയം തന്നാൽ മതി. ഞാൻ പറയുന്നത് RSS എന്ന വർഗീയ കക്ഷി ഈ രാജ്യത്തിന് ശത്രുവായി, മാനവ കുലത്തിന് ശത്രുവായി വർഗീയത കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി, ഞാൻ ആദ്യം പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും നയങ്ങളോട് അവർ നിലപാടുകൾ യോജിപ്പുള്ള ആളുകളല്ല നമ്മൾ. മതപരമായി വ്യത്യസ്ത അഭിപ്രായമുണ്ട്, മതപരമായിട്ടുണ്ട്, രാഷ്ട്രീയപരമായിട്ടുണ്ട്. പക്ഷേ അവര് രാഷ്ട്രീയപരമായി ഒരു പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ നേരത്തെ CPM-മായി അവർ സഖ്യമുണ്ടായപ്പോൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി വർഗീയമാണെന്നല്ല, അന്ന് അവർ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാട് തെറ്റായിരുന്നു എന്നാണ്. CPM-നെ പോലെ വികസന വിരുദ്ധതയുള്ള തരാതരം പോലെ വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുന്ന ഒരു സംഘടനയ്ക്ക് പിന്തുണ കൊടുത്തത് രാഷ്ട്രീയമായും നമ്മുടെ കേരളീയ സമൂഹത്തിനും അപകടകരമാണ് എന്നാണ് അക്കാലത്ത് UDF പറഞ്ഞത്. പക്ഷെ അന്ന് മതരാഷ്ട്രവാദം ഉണ്ടെന്നാണ് കേട്ടോ. അന്ന് മതരാഷ്ട്രവാദം ഉണ്ടെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അന്ന് ഉണ്ടായിരുന്നു എന്നാണ്. മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നു, ഇന്നതില്ല എന്നാണ്. അതായത് അവരുടെ ഭരണഘടന മാറിയെന്നാണ്. അപ്പോൾ നിങ്ങൾ ഓരോ നേതാക്കളും പറയുന്ന ഓരോ രീതിയിലാവുകയാണ്. മഞ്ജുഷ പ്ലീസ്, അതായത് നിങ്ങൾ ദേശാഭിമാനി എഡിറ്റോറിയൽ നേരത്തെ ശ്രീകുമാർ പറഞ്ഞില്ലേ, ദേശാഭിമാനി 2 തവണയാണ് ഇവരെ പ്രശംസിച്ചുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയത്. സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, അതേ CPM തന്നെയാണ് പിണറായി വിജയൻ. ഞങ്ങളൊരു കാലത്ത് RSSന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചില സമയത്ത് നിലപാടിൽ മാറ്റമുണ്ട്. അതുപോലെ MV ഗോവിന്ദൻ പറയുന്നു ഞങ്ങൾ RSSന് വോട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അഭിലാഷ് പറയാൻ വിവാദമായ എന്താ പ്രശ്നം ഉള്ളത് പറഞ്ഞൂടെ, സത്യം പറഞ്ഞൂടെ? അത് CPM നിലപാട് തരാതരം പോലെ വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടുന്നു. ഞങ്ങൾ അടിസ്ഥാനപരമായി പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പ്രസ്ഥാനത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മതേതര നിലപാടിനോട് യോജിച്ചുകൊണ്ടോ ഈ ജമാഅത്ത് ഇസ്ലാമിയോ അതിന്റെ രാഷ്ട്രീയ സംഘടനകളോ അതിന്റെ പ്രവർത്തകന്മാരോട് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിലെവിടെയാണ് വർഗീയത? അല്ല, ഞാൻ പറയാം, എന്തായാലും കോൺഗ്രസിന്റെ മതേതര നിലപാടിനോട് യോജിച്ചുകൊണ്ടായിരിക്കില്ല. കാരണം കോൺഗ്രസിന്റേത് മതേതര നിലപാടാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടേത് അങ്ങനെയല്ല. അല്ലല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ അങ്ങനെയല്ല. ഈ കാര്യത്തിൽ പറയാം, അല്ല, പിണറായി സർക്കാരിനെ താഴെ ഇറക്കുവാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി, അതൊക്കെയാണ്. പക്ഷെ അത് മാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ പോരാ. അല്ല, മതനിരപേക്ഷത്തിലേക്ക് പോകരുത്. അങ്ങനെ തരാതരം പോലെ മാറ്റാവുന്നതല്ല ഇത്. മതനിരപേക്ഷതയും വർഗീയതയും ഇത് തരാതരം പോലെ മാറ്റി കളിക്കുവാനുള്ളതല്ല കേട്ടോ. അല്ല മഞ്ജുഷേ, ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ്സുകാർ പോയി ജമാഅത്ത് ഇസ്ലാമിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു, ഇവിടെ RSSന് അനുകൂലമായി CPM വോട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ശരിയാണ്. അപ്പോൾ നിങ്ങൾ തരാതരം പോലെ വർഗീയതയെ പുൽകുന്നു എന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. ഞാനിവിടെ LDF-നെ വെള്ളപൂശാൻ വന്നതല്ല. LDF-ഉം ഇത് തന്നെയാണ് ചെയ്യുന്നത്. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയാൽ അവർ സ്വീകരിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. നിങ്ങൾ ദയവ് നിങ്ങൾ രണ്ടും കൂടെ സമീകരിക്കല്ലേ.
ഇവിടെ നേരത്തെ ശ്രീകുമാർ പറഞ്ഞു 92-ലെ ഗുരുവായൂർ തെരഞ്ഞെടുപ്പിൽ, ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിൽ, തലശ്ശേരിയിലെ നായനാരുടെ തെരഞ്ഞെടുപ്പിൽ, തിരുവമ്പാടി തെരഞ്ഞെടുപ്പിൽ, ഇങ്ങനെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് CPM-നൊപ്പം കൂടി അവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇപ്പോഴല്ല, ഇതിനു മുമ്പ് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുക്കം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരവധി പഞ്ചായത്തുകളിൽ ഇവർ ബായി ആയിരുന്നു. അത് തന്നെയാണ് ഇവിടുത്തെ ചർച്ചാ വിഷയവും. അത് തന്നെയാണ് LDF-ഉം UDF-ഉം തരാതരം പോലെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നു എന്നുള്ളതാണ്. മനുഷ്യന് പരാതിയില്ല, ചർച്ചയില്ല. അല്ല, എനിക്കറിയാം, ഈ കാര്യം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ തുടക്കം തൊട്ടേ അത് പറയുന്നത്. LDF-ഉം UDF-ഉം തരാതരം പോലെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നു, എന്നിട്ട് കൂടെ ഇല്ലാത്ത സമയത്ത് പറയുന്നു ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരാണെന്ന്. അല്ല, നിങ്ങൾ അങ്ങനെ വർഗീയ ചാപ്പ കുത്താൻ നോക്കണ്ട. അവരേതെങ്കിലും രീതിയിൽ കേരളീയ സമൂഹത്തിൽ വർഗീയ കലാപത്തിനോ വർഗീയ പ്രചരണത്തിനോ കൂട്ടു നിന്നിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ആ ആശയത്തോട് യോജിപ്പാണെന്ന് പറയുക. ഇത് നിങ്ങൾ ഒരു കാര്യം പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ആശയത്തോട്, അവരുടെ മതനിരപേക്ഷ നിലപാടിനോട് നിങ്ങൾക്ക് യോജിപ്പാണ്, അത് തുറന്നു പറയുന്നുമില്ല. കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഇതര മതവിശ്വാസികളെ ആക്രമിച്ചിട്ടുണ്ടോ, ഉപദ്രവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മത ആരാധനാലയങ്ങൾ ആക്രമിച്ചിട്ടുണ്ടോ? ശരി. ശ്രീ പണിക്കർ, RSS-നെ പോലെ അല്ല ജമാഅത്തെ ഇസ്ലാമി, അതാണ് ഷാക്കിറിന്റെ നിലപാട്. അതുകൊണ്ട് അവരുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ RSS-ന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. RSS വോട്ട് ചെയ്യാം, കുഴപ്പമില്ല, പക്ഷെ പിന്തുണ സ്വീകരിക്കില്ല.